ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വിശേഷങ്ങളും പിന്നെ നമ്മളിവിടെ വന്നിട്ടുള്ള വണ്ടികളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ്. നമ്മൾ 2002 കാലഘട്ടത്തിൽ ഇറങ്ങിയ HCV ഉണ്ടല്ലോ, മഹേന്ദ്രയുടെ HCV. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടിയുടെ റെസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക് കേട്ടോ. ഈ ഒരു വണ്ടി പുറമേ നോക്കുമ്പോൾ പക്ക നെയ്റ്റായിരുന്നു. വണ്ടി വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. വണ്ടി കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ക നീറ്റാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ് ഒരു വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മൾ പാച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേണ്ട എല്ലാ വശങ്ങളിലും പൊടിത്തുരുമ്പുകളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊടിത്തുരുമ്പ് നമ്മളിങ്ങനെ ചിറ്റിയൊക്കെ വെച്ചിട്ട് പതുക്കെ തട്ടി കഴിയുമ്പോൾ അത് മൊത്തത്തിലങ്ങോട്ട് പോയി റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നത് വേണ്ട. ഇവിടുത്തെ ഒരു പീസ് ഞങ്ങൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെയാണ് കുറേ ഏരിയകൾ, ഈ ഏരിയകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2012-13 കാലഘട്ടത്തിലുള്ള HCVയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ടോപ്പിൽ വരുന്ന ഡോറിൻ്റെ ബീഡിങ്ങൾ ചെക്ക് ചെയ്യാം, താഴ്വശങ്ങൾ ചെക്ക് ചെയ്യാം. ഈ താഴ്വശങ്ങൾ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് അവർ ഓരോ പാർട്സുകളും ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇന്നർ വശങ്ങളിലേക്ക് വെള്ളാംശം ഇരുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഈ വണ്ടിക്ക് ഞാൻ അങ്ങനെ ഒരു മേജറായിട്ടുള്ള പാച്ച് വർക്ക് ഉണ്ടെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് പൊടിത്തുരുമ്പുകളും കാര്യങ്ങളെല്ലാം കണ്ടത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നോർമലായിട്ടുള്ള തുരുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത വശങ്ങളിൽ ഞങ്ങൾ ഉറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം അവിടെ ഓയിൽ പ്രൈമർ ഉണ്ടല്ലോ, സാധാ ഓയിൽ പ്രൈമർ മാർക്കറ്റിലൊക്കെ വാങ്ങി കിട്ടും, ആ സാധനം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വശങ്ങളിൽ നമ്മൾ മേജർ ഇഷ്യൂസ് കാണുന്ന വശങ്ങളിലൊക്കെ തട്ടി ലെവൽ ചെയ്തിട്ട് വേറെ പീസ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് 2015 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു എത്തിയോസാണ് സംഭവം. ഇതല്ല പ്ലാറ്റിനം കിറ്റല്ല, അതിക്ക് മുമ്പ് ഇറങ്ങിയ എത്തിയോസ് ഉണ്ടല്ലോ, ആ ഒരു മോഡലായിരുന്നു ഈ ഒരു വണ്ടി. ഫുൾ പെയിനിങ് വേണ്ടിയിട്ട് നമ്മുടെ ഗാരേജിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ വണ്ടിക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുൾ പെയിനിങ് ചെയ്യേണ്ടതെന്ന് ഞാൻ കസ്റ്റമറോട് ആവശ്യപ്പെട്ടു. കാരണം വണ്ടി പക്ക നീറ്റാണ്. ആകെ നോർമൽ ഡെൻറ്റ് ലെഫ്റ്റ് സൈഡ് ഡോറിന് വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡ് ഡോറിൻ്റെ അടിയിൽ ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. പിന്നെ പ്ലാറ്റിനം കിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിക്കീമ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഗാർണിഷാണ് വരാം, പ്ലാറ്റിനം കിറ്റ് അല്ല സാധാ എത്തിയോസുകൾക്ക്. അപ്പോൾ പ്ലാറ്റിനം മോഡലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, നമുക്ക് ഇവിടെ ഗാർണിഷ് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളുകൾ അടയ്ക്കുന്ന കാരണം ഈ ഒരു ഡിക്കി ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുക, ബമ്പർ റീപ്ലേസ് ചെയ്യണം, ബമ്പർ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗാരേജിലേക്ക് വന്ന വണ്ടിയാണ്. അത് നമ്മൾ പറയാൻ കാരണം നിങ്ങളുടെ വണ്ടി പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റിങ് ചെയ്താൽ മതി കേട്ടോ. വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. നോർമൽ ഡെൻറ്റും കാര്യങ്ങളൊക്കെ 2-3 സ്പോട്ടുകളിൽ, അതായത് ഇപ്പോൾ ഈ ഒരു വണ്ടി 2 പാനൽ, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഡോറ് 1, റൈറ്റ് സൈഡ് ഡോർ 1. അപ്പോൾ 2 പാനൽ പെയിൻറ്റിങ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു പ്ലാറ്റിനം കിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമുണ്ട്. അപ്പോൾ ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ പെയിൻറ്റിങ് വേണ്ട, ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു, കസ്റ്റമർ അപ്പോൾ അങ്ങനെ അപ്രൂവൽ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടി പ്ലാറ്റിനം കിറ്റ് ചേഞ്ച് ചെയ്യാം, പ്ലാറ്റിനം മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാൻ വന്നതാണ് കേട്ടോ. 2015 വണ്ടി. പക്ഷേ എനിക്ക് ഈ വണ്ടിയുടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75,000 കിലോമീറ്റർ നമ്മൾ ഈ ഒരു വണ്ടി ഓടിയിട്ടുണ്ട് ഞാൻ മീറ്റർ നോക്കിയപ്പോൾ. പക്ഷെ പക്ക നീറ്റുണ്ട്. ഇന്നറിൽ വരുന്നിട്ടുള്ള ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ കമ്പനി ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇന്നറിൽ നമുക്കൊരു സ്മെല്ല് അനുഭവപ്പെടില്ലേ, അതേപോലെ കൊണ്ടടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. പൊന്നുപാനി കൊണ്ടടക്കുന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ കൊണ്ടടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിക്ക് പെയിൻറ്റ് ചെയ്യണം, ബമ്പർ പെയിൻറ്റ് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് ഡോർ പെയിൻറ്റ് ചെയ്യണം, ബാക്കിൽ വരുന്ന ബമ്പർ ഫ്രണ്ടിൽ വരുന്ന ബമ്പർ, റൈറ്റ് സൈഡിലെ ഡോറ് ചെറിയൊരു ടച്ചപ്പ് ഉണ്ട് കേട്ടോ. അത് ചെയ്യും, ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് വാക്സ് പോളിഷൻ ചെയ്യും. അതാണ് ഈ ഒരു വണ്ടിയുടെ പണി എന്ന് പറയുന്നത്. മറ്റൊരു വണ്ടി, ഒരു സ്കൈ ബ്ലൂ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വണ്ടി സ്കൈ ബ്ലൂ കളറായിരുന്നു, പഴയ സ്കൈ ബ്ലൂ കളർ വണ്ടിയായിരുന്നു. 2010 മോഡൽ ഇന്നോവ ആയിരുന്നു കേട്ടോ. കസ്റ്റമർ TN രജിസ്ട്രേഷനാണ്, അത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഗാരേജിലേക്ക് വന്ന വണ്ടിയാണ്. ഫാമിലി യൂസിനൊക്കെ പറ്റിയ കളേഴ്സൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുള്ളത് സിൽവർ, സിൽക്കി ഗോൾഡ്, വൈറ്റ്, പിന്നെ നോർമൽ ഗ്രേ കളർ ഇന്നോവയ്ക്ക് വരുന്നത്. ഇതൊക്കെ ഫാമിലി യൂസും പിന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന കളേഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ പെട്ടൊരു കളറാണ് ക്രിസ്റ്റയ്ക്ക് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറ്. ഇതും ഒരു ഫാമിലി യൂസിന് ക്ലാസ്സായി നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു കളർ നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിച്ചിട്ടുണ്ട്. 2010 മോഡൽ ഇന്നോവയായിരുന്നു. ഫ്രണ്ടിൽ പ്രൊജക്ടർ, ബാക്ക് LED എന്നുള്ള രീതിയിലുള്ള കൺവേർഷനാണ് ഈ ഒരു വണ്ടിക്ക് ചെയ്യണത്. നമ്മൾ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഏകദേശം വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 മാസത്തോളം ടൈം ആയിട്ടുണ്ട്. വണ്ടി ഈ വീക്ക് ഒരു 3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി ഡെലിവറി ചെയ്യും. ഇത് 2005 മോഡൽ ഒരു ഇന്നോവയാണ്. 2005 മോഡൽ ഗോൾഡൻ കളർ ഇന്നോവയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഗാരേജിലേക്ക് വന്നത് മെക്കാനിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇതേ വണ്ടി ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ പ്രൈമർ കോട്ടാണ് നടക്കാൻ പോണത്. അപ്പോൾ ഇതിന് നമ്മൾ കണ്ടോ 2005 കാലഘട്ടത്തിൽ ഇന്നോവ ആയതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ കളറാണ്. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 2005 എന്ന് പറയുമ്പോൾ ഇത്രയും വർഷമായില്ലേ, ഏകദേശം 16-17 വർഷത്തോളം ആയിട്ടുണ്ട്. 17-18 വർഷത്തോളം ആയിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ അത്രയും അല്ലേ പ്രേക്ഷട്ടാ, 2005 എന്ന് പറയുമ്പോൾ 18 വർഷമായില്ലേ, 18 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ആ പെയിൻറ്റിങ് ചെയ്തത് നമുക്ക് അങ്ങനെ അതിൻ്റെ മേലെ കൂടെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക, അത്രയ്ക്കങ്ങോട്ട് ലൈഫ് നിൽക്കുന്നത് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള ചെയ്തിട്ടുള്ളത് റിമൂവ് ചെയ്ത് ഉരച്ച് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അതിൻ്റെ പുട്ടി വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം ഏകദേശം തീർത്തിട്ടുണ്ട്. ഇനി പഠിക്കാൻ പോണത് ഇതുമ്പോൾ നമ്മളെല്ലാ വണ്ടികളിലും അടിക്കണ മാതിരി തന്നെ ക്യാപ്സിയുടെ 2K പ്രൈമർ അടിക്കാൻ പോണത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിപ്പോൾ മാസ്കിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ പ്രൈമർ കൂട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രൈമർ അടിച്ചിട്ട് ഈ വണ്ടി അടിക്കാൻ പോണത് ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ പേൾ വൈറ്റ് ആണ് കേട്ടോ. അതടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കാം ക്രിസ്റ്റയുടെ പേൾ വൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നുള്ളത്. ഒരു ക്രിസ്റ്റയുടെ പേൾ വൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് പറഞ്ഞാൽ ബൂത്തിലുണ്ട്. അപ്പോൾ ആ വണ്ടി ഇറക്കാം. അപ്പോൾ ആ വണ്ടി ആദ്യം കാണിക്കാം. അപ്പോൾ ആ ഒരു സെയിം കളർ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും നമ്മൾ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്യാപ്സിൽ തന്നെ 2K പ്രൈമറാണ് ഇതിലടിക്കുന്നത്. ഇപ്പോൾ മാസ്കിങ് ആണ് നടക്കുന്നത്. ഗ്ലാസ്സുകളും കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല. പ്രൈമർ കോട്ട് ഇന്നറിലേക്ക് കച്ചറയും കാര്യങ്ങളൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രൈമർ കോട്ട് വരെ ഗ്ലാസ്സുകളും കാര്യങ്ങളും ഇപ്പോൾ അയക്കണില്ല നമ്മ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഫുള്ളും അതിൻ്റെ സ്ട്രൈക്കർ കാര്യങ്ങളെല്ലാം ബീഡിങ്ങൾ കാര്യങ്ങളെല്ലാം അയച്ചിട്ടാണ് വണ്ടി ബൂത്തിക്ക് കയറ്റേണ്ടത് കേട്ടോ. ബൂത്തി കയറ്റണേക്കാൾ മുമ്പ് ഒരു കട്ടിങ്ങും കൂടി ഉണ്ടാവും. കാരണം ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞ സംഭവം അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓറഞ്ച് പീലിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ അടിച്ചിരിക്കുന്ന അവൻ്റെ ഗ്രാം ബ്രൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് നമ്മളിതിൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൂ. ഇനി ഇതുമ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എല്ലാവരും ചെയ്യുന്ന വീഡിയോ ആണിത്. ഇപ്പോൾ ഇതുമ്പോൾ കണ്ടോ ഒരു ബ്ലറായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ആ പണിയിലേക്ക് ആദ്യം പോകാം. നമുക്ക് ഈ ഒരു വശം ഞങ്ങളൊന്നും ചെയ്യണില്ല. ഈ ഒരു വശം നമ്മൾ ഒന്നും ചെയ്യണില്ല. ഈ ഒരു വശത്തേക്ക് നമുക്ക് ചെയ്യാം. ചേട്ടാ എത്ര ഏരിയ കേട്ടോ. ഈ ഒരു മാസ്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇനിയിപ്പോൾ 2000 ml യൂസ് ചെയ്യും. ഇതാണ് 2000 പേപ്പർ, 3 mm പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളവിടെ കട്ട് ചെയ്യും കേട്ടോ. നമ്മൾ വാട്ടർ കട്ടാണ് ചെയ്യുന്നത്, ഡ്രൈ കട്ടല്ല വാട്ടർ കട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഏരിയ ഫുള്ളായിട്ട് തന്നെ 2000 പേപ്പർ യൂസ് ചെയ്തിട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് നോക്കണമെങ്കിൽ അതൊരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ എവിടെ ഒരു ഇതില്ലാത്ത രീതിയിൽ മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പുറത്ത് ചെയ്ത ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ആ ഒരു ഏരിയയിലേക്കാണ് പിടിക്കേണ്ടത് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് വെച്ചു. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ട് അപ്പം തന്നെ ഉള്ള ഒരു ഏരിയയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഇനി നമുക്കിത് ബഫ് ചെയ്യാം, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോഴും നമ്മളെ ഗാരേജിൽ നമ്മൾ യൂസ് ചെയ്യണ റബ്ബിംഗ് ആണ്, നോട്ട് ഓൺ റബ്ബിങ്. ഈ ഒരു റബ്ബിങ്ങാണ് നമ്മൾ യൂസ് ചെയ്തത്. വേറൊരു റബ്ബിങ് നമ്മളിവിടെ ഓൾറെഡി ഒരു ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇത് ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 വർഷത്തോളമായിട്ട് നമ്മുടെ ഗാരേജിൽ യൂസ് ചെയ്യുന്ന റബ്ബിംഗ് ആണ്. ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ, ഇവർ നമുക്കൊന്നും തരുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ബഫ് റബ്ബിങ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാറ്റായി നിൽക്കുന്ന ഭാഗവും അപ്പുറത്ത് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന ഭാഗം തമ്മിലുള്ള ഡിഫറൻസ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ റബ്ബിങ് ജസ്റ്റ് അപ്ലൈ ചെയ്യണം.
നമ്മൾ ഈ ഒരു ഏരിയ നമ്മളിത് ബഫിങ് ചെയ്തു. ബഫിങ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു നല്ല ഫീലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയും അതേപോലെ തന്നെ ഈ ഒരു ഏരിയയും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇവിടെ നിന്ന് എത്ര വ്യക്തമാണെന്ന് അറിയില്ല. ഞാൻ ക്യാമറ കുറച്ച് ഫ്രണ്ടിലേക്ക് വയ്ക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ എന്താ ഞാനിത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളിവിടെ നമ്മുടെ CarJJയിൽ പെയിൻറ്റിങ് ചെയ്യുന്ന വാഹനങ്ങൾ ഓരോന്നും പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ രവിചേട്ടൻ ചെയ്യണ മാതിരി ഇതേപോലെ രീതിയിൽ ഫുള്ളായിട്ടാണ് നമ്മൾ 2000 ml യൂസ് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യും. അതിന് ശേഷം നോർമൽ പാഡും അതേപോലെ നോട്ട് ഓൺ റബ്ബിങ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ ബഫ് ചെയ്യും. ബഫ് ചെയ്യുന്നതിന് ശേഷം വാഷിങ് കഴിഞ്ഞ ശേഷം നമ്മൾ അതുമേ 3M വരുന്ന വാക്സ് പോളിഷിങ് ആപ്ലിക്കേഷനും നടത്തും. ഇങ്ങനെയാണ് ഓരോ വാഹനങ്ങളും ഇവിടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ച ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്തു എത്ര നല്ല രീതിയിൽ ചെയ്താലും ഓറഞ്ച് പീൽ എന്തായാലും എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യുമ്പോഴാണ് വണ്ടി റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു വെൽ ഫിനിഷിങ്ങും അതേപോലെ തന്നെ ആ ഗ്ലോ ഫിനിഷിങ്ങിലും നമ്മൾക്ക് കാണാനും അതേപോലെ തന്നെ ആ ഒരു ഇതറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ വാഹനങ്ങളും ഇവിടെ പെയിൻറ്റിങ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷമാണ് വണ്ടി ഡെലിവറി ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് 2000 ml ആണ് യൂസ് ചെയ്യേണ്ടത്. ചില വാഹനങ്ങൾ ഇപ്പോൾ ഡാർക്ക് കളേഴ്സൊക്കെ ആണെങ്കിൽ 3000-ൻ്റെയും ചില സമയങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും 2000 തന്നെ ഇട്ട് ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യും. ശേഷം നോട്ട് ഓൺ റബ്ബിങ് യൂസ് ചെയ്ത് ബഫ് ചെയ്യും, പാഡ്സ് ആപ്ലിക്കേഷൻ നടത്തും കേട്ടോ. ഓക്കെ, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടി നമുക്ക് പുറത്തിറക്കാം. ഇത് ഇന്നലെ പെയിൻറ്റിങ് ചെയ്ത വണ്ടിയാണ്. പേൾ വൈറ്റ് ആണ് കേട്ടോ. ലെക്സസ് പേൾ വൈറ്റ് അല്ല, ക്രിസ്റ്റയ്ക്ക് വരുന്ന പേൾ വൈറ്റ് ആണ്. ക്രിസ്റ്റയ്ക്ക് വരുന്ന പേൾ വൈറ്റ് നമ്മൾ അടിക്കുമ്പോൾ 5000 രൂപ അഡീഷണൽ ചാർജായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നിൽക്കണത്. ഇനിയിപ്പോൾ ഇതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. കട്ടിങ് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഇതൊക്കെ അടിച്ച് പൊട്ടപ്പനെ കിടക്കുന്നുണ്ട്. വൈറ്റ് കളർ വണ്ടിയായിരുന്നു ഓൾറെഡി. ഈ ഒരു കസ്റ്റമറുടെ 2 വണ്ടി ഒരുമിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ഗ്രേ കളർ ഇന്നോവ, ഒരു വൈറ്റ് കളർ ഇന്നോവ. 2 വണ്ടിയൊക്കെ ഒരുമിച്ച് ഡെലിവറി ചെയ്യണം. ഒരെണ്ണം നമ്മുടേത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നിപ്പോൾ പുറത്തിറക്കണില്ല കേട്ടോ. കാരണം നമ്മൾക്ക് ഒരു വണ്ടി അവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഫോണറ്റിലോ അങ്ങോട്ട് വലിക്കേണ്ട ആവശ്യമില്ല. പ്രൈമർ അടിക്കാൻ നിൽക്കുന്നുണ്ട്. ആ പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്കിത് പുറത്തിറക്കാം. ഈ രീതിയിൽ പേൾ വൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ഗാരേജിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റാറ്റസ് ഇത്രയും. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗുകളിൽ മറ്റുള്ള വണ്ടികളൊക്കെ ഉൾപ്പെടുത്താം. കാരണം കുറേ അല്ലെങ്കിൽ ലെങ്തായി പോകും വീഡിയോ. ഓക്കെ, നല്ല സൗണ്ട് ഉണ്ടാവും. കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത്. ബാക്കിൽ വണ്ടി പ്രൈമറി ആപ്ലിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടികളുടെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും